57 സങ്കീർത്തനം നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ 7ാമത്തെ വാക്യം, അതാണ് നമ്മുടെ കൺവെൻഷൻ്റെ തീമായിട്ട് എടുത്തിരിക്കുന്നത്. എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. My heart is steadfast. O God, my heart is steadfast. I will sing and I will praise your name. പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളും മനസ്സുകളുമായി കടന്നു വരികയാണ്. 59ാമത് ഇടവക ദിനത്തോട് ചേർന്ന് ഞങ്ങൾക്കായി ഇപ്രകാരം ധ്യാനയോഗങ്ങൾ കൺവെൻഷൻ ക്രമീകരിപ്പാൻ സാധ്യമായതിൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ നീ ഞങ്ങളെ നടത്തിയല്ലോ. നീ നടത്തിയ വഴികൾക്കും വിധങ്ങൾക്കും മുഖാന്തരങ്ങൾക്കും സ്തോത്രം. എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. അപ്രകാരം ഞങ്ങളുടെ ജീവിതയാത്രകളിൽ എല്ലായ്പ്പോഴും നിനക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഉറപ്പുള്ള മനസ്സോടുകൂടെ അചഞ്ചലമായ വിശ്വാസത്തോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തെ നയിപ്പാൻ സഹായിക്കുന്നല്ലോ. ദൈവമേ, തിരുവചനം അതെഴുതിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിന് ശക്തിയും ബലവും നൽകുവാൻ നിന്റെ ആത്മാവിൽ നിന്റെ മക്കൾക്ക് ആ ദൂത് പകർന്നു കൊടുപ്പാൻ നിന്റെ വാക്കുകൾ എൻ്റെ നാവിൽ തരണം. ഞങ്ങൾക്കൊരുമിച്ച് നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണം. ദൈവമേ, ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിന്റെ നിയന്ത്രണം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണം. നീ ഇവിടെ ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങളെ ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നല്ലോ. അതിനായി സ്തോത്രം. നിന്റെ വചനങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങുന്നു. ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. ഈ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട്. ആരാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നതെന്ന്? ആരാ എഴുതിയത്? ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ഇതൊരു ചരിത്ര സംഭവമാണ്. ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്ന
ഒന്നാണ് 1 ശമൂവേൽ 24 അധ്യായം വായിച്ചാൽ എന്താണ് അതിൻ്റെ അടിസ്ഥാന അനുഭവം എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, ദാവീദ് എന്നിടയ ബാലൻ ഗോലിയാത്ത് എന്ന ആ മല്ലനെ നിഗ്രഹിച്ചതിന് ശേഷം രാജകൊട്ടാരത്തിലേക്ക് തിരികെ വരുന്ന രാജാവും ദാവീദും, ശൗൽ രാജാവ് ഒരുമിച്ച് കടന്നു വരുമ്പോൾ വഴിയുടെ ഇരുവശങ്ങളിലും നിൽക്കുന്ന സ്ത്രീകൾ വിളിച്ചു പറഞ്ഞു, ശൗലോ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. അന്നു മുതൽ ശൗൽ രാജാവ് ദാവീദിനെ നിഗ്രഹിക്കാൻ തയ്യാറായി പല ശ്രമങ്ങൾ നടത്തിയതാണ്. അതിലെ ഒരു അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ട അവസരത്തിൽ രചിച്ചതായ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തന അനുഭവത്തിന്റെ മധ്യത്തിലാണ് ദാവീദ് പറയുന്നത്, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. My heart is steadfast, O Lord, my heart is steadfast. I will sing and I will praise your name. ദാവീദ് ഏതോ സന്തോഷവും ആനന്ദവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ട് എഴുതിയ ഒരു സങ്കീർത്തനമല്ല. ദാവീദ് തന്നെ കടന്നുപോയ ജീവിത അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ സങ്കീർത്തനത്തിൽ ഓരോ വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളൂ. ദാവീദ് കടന്നുപോയ ഒരനുഭവമാണത്. ആപത്തുകൾ, ആക്സിഡൻസ്, നനച്ചിരിക്കാത്ത സമയത്ത് ഉണ്ടാകുന്ന ജീവിത അനുഭവങ്ങളാണ് ആപത്തുകൾ. കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു പിതാവ് എന്നോട് ആവശ്യപ്പെട്ടു, തിരുമേനി, ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സന്ധ്യാ പ്രാർത്ഥനയിൽ വന്ന് സംബന്ധിക്കണം. എൻ്റെ മകൾ വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുമേനിയോടൊപ്പം ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന നടത്തണം. ഞാൻ പറഞ്ഞു, വരാം. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല അവരെ. ഞാൻ ആ ലൊക്കേഷൻ അനുസരിച്ച് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ വളരെ സന്തോഷത്തോടും ആനന്ദത്തോടുമുള്ള അവരുടെ സമീപനം എന്നെ വളരെ സന്തോഷിപ്പിച്ചു.
ഞങ്ങൾ പ്രാർത്ഥനയ്ക്കിരുന്നു. അപ്പോൾ ആ കുടുംബനാഥൻ പറഞ്ഞു, തിരുമേനി, ഞങ്ങളുടെ ചില അനുഭവങ്ങൾ കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ഒരു സ്തോത്ര പ്രാർത്ഥനയായി ഇതിനെ തീർക്കണം. ഞാൻ പറഞ്ഞു, കേൾക്കാം, സമയമുണ്ട്. അദ്ദേഹം അവരുടെ ജീവിത അനുഭവങ്ങൾ പറയുകയായിരുന്നു. കേരള ഗവൺമെൻറ്റിൻ്റെ PWD വിഭാഗത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി റിട്ടയർ ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി കേരളത്തിലെ ഒരു വലിയ ആസ്പത്രിയിൽ ഗൈനക്കോളജിസ്റ്റായിട്ട് സേവനം ചെയ്യുന്നവരും, ഒരേ ഒരു മകളേ ഉള്ളൂ. മിഡിൽ ഈസ്റ്റിലാണ് ജോലി. വിവാഹം കഴിഞ്ഞ് നല്ല അനുഗ്രഹീതമായ സ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. ഹസ്ബൻഡും, അവർക്ക് 2 കുഞ്ഞുങ്ങളും. ഇതാണ് അവരുടെ കുടുംബം. റിട്ടയർ ചെയ്ത സമയമാണ്. തൻ്റെ ഭവനത്തിൽ അടുക്കളത്തോട്ടം, അത് രാവിലെ എഴുന്നേറ്റ് അതിന് വെള്ളം ഒഴിക്കുകയും വളമിടുകയും ഒക്കെ ചെയ്ത അനുഭവം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് 2 പേരും ഒരുമിച്ച് ബെഡ് കോഫി കുടിച്ചതിന് ശേഷം അദ്ദേഹം ആ പറമ്പിലേക്ക് പോയി ആ അടുക്കളത്തോട്ടമൊക്കെ ശരിയാക്കുകയായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ തൻ്റെ ആസ്പത്രിയിലേക്ക് പോകുന്നതിന് മുൻപ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം, ഉച്ചക്കത്തേക്കുള്ള ഊണെല്ലാം റെഡിയാക്കണം. അതിനടുക്കളയിലേക്കും പോയി. പെട്ടെന്ന് ഈ എഞ്ചിനീയർ കുഴഞ്ഞു വീഴുകയാണ്. ആരും അടുത്തില്ല. അപ്പോഴാണ് രാവിലെ പ്രഭാതത്തിൽ പേപ്പർ ഇടാൻ വരുന്ന ആ പയ്യൻ ഇദ്ദേഹം താഴെ വീണ് കിടക്കുന്നത് കണ്ടത്. അകത്തേക്ക് ചെന്ന് ഡോക്ടറെയും വിളിച്ചുകൊണ്ട് വന്ന് നോക്കിയപ്പോൾ വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. തൻ്റെ ആശുപത്രിയിലേക്ക് തന്നെ പെട്ടെന്ന് കൊണ്ടുപോവുകയും വളരെ അനുഗ്രഹീതമായ ചികിത്സ ലഭിച്ചതിൻ്റെ വെളിച്ചത്തിൽ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വീണ്ടും കടന്നു വരുവാൻ സാധ്യമായി. ഓപ്പൺ ഹാർട്ട് സർജറിയൊക്കെ നടത്തി. അങ്ങനെ ഓപ്പൺ ഹാർട്ട് സർജറിയൊക്കെ നടത്തി സൗഖ്യത്തോടുകൂടെ ആയിരിക്കുന്ന സമയമാണ്. ഏകദേശം 9 മാസം കഴിഞ്ഞു കാണും അദ്ദേഹത്തിൻ്റെ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞിട്ട്. ഒരു ദിവസം ആസ്പത്രിയിൽ നിന്നും തിരികെ വന്ന സഹധർമ്മിണി കുളിയെല്ലാം കഴിഞ്ഞ് അന്ന് അത്താഴത്തിന് ഒരുമിച്ചിരുന്നപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ശരീരത്തിൽ എന്തോ ചില കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നു. വിദഗ്ധമായ ചികിത്സ,
നടത്തി നോക്കിയപ്പോൾ, ചെക്കപ്പൊക്കെ നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ബ്രസ്റ്റ് ക്യാൻസറാണ്. ഓപ്പറേഷൻ, ആദ്യം റേഡിയേഷൻ, പിന്നീട് ഓപ്പറേഷൻ, പിന്നീട് കീമോതെറാപ്പി, ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളിലൂടെയുള്ള യാത്ര. ആ ഒരു സ്റ്റേജ് ഇങ്ങനെ തൻ്റെ 6 കീമോതെറാപ്പി പറഞ്ഞതിൽ അവസാനത്തെ കീമോതെറാപ്പി എടുക്കുന്ന ദിവസം മകൾ മിഡിൽ ഈസ്റ്റിൽ നിന്നും വിളിച്ചു പറഞ്ഞു, അമ്മേ, കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിൽ ഒന്ന് തളർന്നു വീണു. ഡോക്ടർമാരെല്ലാം, ഞങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ ചേർന്ന് ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് 2 ദിവസം കൂടി കഴിഞ്ഞാൽ കിട്ടും. അവസാനത്തെ കീമോതെറാപ്പിയും അമ്മ എടുത്തു. 2 ദിവസം കഴിഞ്ഞു വന്ന ആ റിസൾട്ടിൽ മകൾക്ക് ലുക്കീമിയയാണ്. 2 കൊച്ചു മക്കളുടെ അമ്മ പെട്ടെന്ന് CMC വെല്ലൂരിലേക്ക് കൊണ്ടുവന്ന് അവിടെയുള്ള ചികിത്സകൾ. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇന്ന് ആ കുടുംബം അന്ന് വൈകിട്ട് ആ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, ഞങ്ങളെ ഇതിൽ നിന്നെല്ലാം വിടുവിച്ച് ഇന്ന് ഇത്രത്തോളം ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മകൾ ഞങ്ങളുടെ കൂടെയുള്ള ഈ അനുഭവത്തിൽ ഒരുമിച്ച് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം, അതിന് തിരുമേനിയെ കൂടി വിളിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ തിരുമേനിയോട് ഇങ്ങനെ ആവശ്യപ്പെട്ടത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളാണ്. നല്ല ആരോഗ്യത്തോടും ബലത്തോടും സൗഖ്യത്തോടും കൂടി ഒക്കെ നാം നടക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല. ദാവീദ് പറയുകയാണ്, അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോഴും വൺ ആഫ്റ്റർ അനദർ, ആ കുടുംബത്തിന് പറഞ്ഞതുപോലെ പറഞ്ഞ് അറിയിക്കുവാൻ കഴിയാത്ത അത്ര തീവ്രമായ പ്രയാസങ്ങൾ നിലനിൽക്കുന്ന ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുക. അതാണ് ഇവിടെ ദാവീദ് പറയാൻ ശ്രമിക്കുന്നത്. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോഴും. രണ്ടാമത്തെ അനുഭവത്തെക്കുറിച്ച് പറയുക ദാവീദ്. അതിൻ്റെ 3-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുന്നു. ദാവീദ് ഈ വാക്യം എഴുതുമ്പോൾ നോക്കണം, എന്താ സംഭവിക്കുന്നത്? വിഴുങ്ങുക. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുന്നു. ഞാൻ ഈ സങ്കീർത്തനം ധ്യാനിച്ച ആ സമയത്തിൽ
ആകസ്മികമായി ഞാൻ അന്ന് ഉച്ചയ്ക്ക് ന്യൂസ് കണ്ടതിന് ശേഷം, 2 മണിക്കുള്ള ന്യൂസാണ്, ഊണ് കഴിഞ്ഞ് 2 മണിക്കുള്ള ന്യൂസ് കണ്ടു. ന്യൂസ് കണ്ടതിന് ശേഷം എനിക്കിഷ്ടമുള്ള ഒരു ചാനലാണ് ആനിമൽ വേൾഡ്. ആ ചാനലൊന്ന് മാറ്റി അതൊന്ന് കാണാൻ ശ്രമിച്ചപ്പോൾ ഒരു പെരുമ്പാമ്പ് ഒരു മാൻകുട്ടിയെ വിഴുങ്ങുന്ന അനുഭവമാണ്. ആദ്യം ആ മാൻകുട്ടിയുടെ ശരീരത്തിൽ ചുറ്റി വരിഞ്ഞ് ശ്വാസം മുട്ടി, ഇനിയും അതിൽ ഒരു ശ്വാസം പോലും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ അത് ചുറ്റി വരിഞ്ഞതൊക്കെ അഴിച്ചതിന് ശേഷം ആ മാൻകുട്ടിയെ വിഴുങ്ങുകയാണ്. ആദ്യം അതിൻ്റെ തലയാണ് അത് വിഴുങ്ങുന്നത്. അതിങ്ങനെ വിഴുങ്ങി ഏറ്റവും ഒടുവിൽ വരുന്നത് അതിൻ്റെ കാലുകളിലെ കുളമ്പ് മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അപ്പോൾ ആ ഫോട്ടോഗ്രാഫർ അവിടെ ഒരു സ്റ്റിൽ അന്ന് നിർത്തിയത്. ഇനിയും ബാക്കി ഈ കുളമ്പ് മാത്രമേ ഉള്ളൂ ഈ പെരുമ്പാമ്പിന് വിഴുങ്ങുവാൻ. ഈ കുളമ്പിന് എന്തു വിലയാ, എന്തു വാല്യൂവാ? ഒന്നുമില്ല. എന്നാൽ അവിടെ എനിക്ക് ലഭിച്ച ഒരു സന്ദേശമുണ്ട്. യാതൊരു മൂല്യവുമില്ലാത്ത ഈ കുളമ്പ് പോലും ബാക്കി വയ്ക്കാതെയാണ് ആ പെരുമ്പാമ്പ് ഈ മാൻകുട്ടിയെ അകത്താക്കിയത്, വിഴുങ്ങിയത്. ഒരു വിലയുമില്ലാത്ത ഈ കുളമ്പ് പോലും ബാക്കി വയ്ക്കാൻ ആ പെരുമ്പാമ്പ് തയ്യാറായില്ല. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുക എന്ന് പറയുന്നതിൻ്റെ അനുഭവം ഇതാ. The total annihilation, the total destruction. Nothing is remain. ഒന്നും ബാക്കി വയ്ക്കാതെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ആ പ്രക്രിയയെക്കുറിച്ചാണ് ദാവീദ് പറയുന്നത്. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുന്നു. ഇനി ഈ ലോകത്തിൽ ഇപ്രകാരം ഒരു മാൻകുട്ടി ജീവിച്ചിട്ടുണ്ട് എന്ന് ആരും പറയില്ല. ഒരു തെളിവുമില്ല. രണ്ടാമത്തെ അനുഭവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാമത്തെ അനുഭവത്തെക്കുറിച്ച് പറയുന്നു, അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളൂ. രണ്ടാമതേ പറയുന്നു, എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുന്നു. മൂന്നാമത്തേത് ദാവീദ് 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? ദാവീദ് സിംഹക്കൂട്ടിൽ വല്ലതും വീണോ? ഇല്ലല്ലോ. എന്നാൽ ദാവീദ് പറയുകയാണ്, ഇത് ദാവീദിന്റെ ആ അനുഭവം, എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ കാവുംഭാഗം ഇടവകയിൽ വൈദികനായി ശുശ്രൂഷ ചെയ്ത സമയം, അന്ന് അവിടെയുള്ള ഞങ്ങളുടെ കൊയർ അംഗങ്ങളും യുവജന സഖ്യ അംഗങ്ങളും ഒരുമിച്ച് ഒരു പിക്നിക് കന്യാകുമാരി ആ സൈഡിലൊക്കെ പോകുകയാണ്.
വെളുപ്പിന് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഞങ്ങളങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ട് തിരുവനന്തപുരത്തെത്തി. അപ്പോൾ ഏകദേശം 10 മണി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും മൃഗശാല അതിൽ പ്രവേശിക്കണം. ഞാൻ സമ്മതിച്ചു, നമുക്ക് പോകാം, കാണാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും മൃഗശാലയിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ എൻട്രി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ കണ്ട് എല്ലാ കാര്യങ്ങളുമൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് ഈ സിംഹം കിടക്കുന്ന കൂട് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാൽ സിംഹം കിടക്കുന്ന ആ കൂടും സിംഹം കിടക്കുന്നതും ഒക്കെ കാണാൻ കഴിയും. ഞങ്ങൾ അതിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഞങ്ങളുടെ യുവജന സഖ്യ അംഗങ്ങളും കൊയർ അംഗങ്ങളും എല്ലാവരും വലിയ ധൈര്യമുള്ളവരാണ്. അവരെല്ലാവരും കൈകൊട്ടി ശബ്ദമുയർത്തി ഈ സിംഹത്തെ ഒന്ന് ഉണർത്താൻ ശ്രമിച്ചു. കാരണം ഉണർന്ന് അതിൻ്റെ ഗാംഭീര്യത്വം ഒന്ന് കാണണ്ടേ. അങ്ങനെ കൈകൊട്ടി ശബ്ദം പുറപ്പെടുവിച്ച അവസരത്തിൽ ഈ സിംഹം ഒന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് ഒരു ഗർജനം. ഞാൻ എൻ്റെ ചുറ്റുപാടുമൊക്കെ നോക്കി. ഒരാൾ പോലും എൻ്റെ അടുത്തില്ല. എല്ലാവരും ഓടിപ്പോയി. അവർക്കറിയാം യഥാർത്ഥത്തിൽ ഈ സിംഹം ഈ ഇരുമ്പഴിക്കുള്ളിലാ കിടക്കുന്നത്, കൂട്ടിലാ കിടക്കുന്നതെന്നറിയാം. അത് പൂട്ടിയിട്ടിരിക്കുക എന്നുള്ളതും അറിയാം. അതുമാത്രമല്ല, ഇനിയും ആ കൂട്ടിൽ നിന്ന് അത് ഇറങ്ങിയാൽ തന്നെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരാൻ സാധ്യതയുമില്ല. കാരണം അത് കിടക്കുന്ന സ്ഥലവും ഞങ്ങൾ നിൽക്കുന്ന സ്ഥലവും തമ്മിൽ വലിയ ഒരു കിടങ്ങ് കുഴിച്ചിട്ടുണ്ട്. അത് കടന്നിട്ട് വേണം വരാൻ. അത് സാധ്യവുമല്ല. ഇതൊക്കെ അറിയാമാഞ്ഞിട്ടും ആ സിംഹത്തിന്റെ ഗർജനം കേട്ടപ്പോൾ ഇതുവരെ ധൈര്യത്തോടെ നിന്നവരെല്ലാം അങ്ങ് ഓടിപ്പോയി. ഒരു ഗർജനം മാത്രം മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദാവീദ് പറയുക, എന്റെ പ്രാണൻ എവിടെയാ? സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു. ദാറ്റ് മീൻസ് അത്രയധികം ഭയാനകത നിറഞ്ഞ ഒരു ജീവിത അനുഭവത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്ന് ദാവീദ് പറയാൻ ശ്രമിക്കുക. ഒരു പോയറ്റിക്കൽ ലാംഗ്വേജ് ആണിത്. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. ഇനി 4, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. ഇതെന്തൊരനുഭവമാണ്! ഒരു തീ പൊള്ളലുണ്ടായാൽ നമുക്ക് എന്താ സംഭവിക്കുക? വേദന. കൊള്ളാം. നിങ്ങളെന്ത് ഇത്രയും സീനിയർ ആളുകളല്ലേ? തീ പൊള്ളിയാൽ എന്താ സംഭവിക്കുക? എന്തോ നീറും. വേദനയാണോ നീറ്റലാണോ? ഇപ്പോഴാ ബുദ്ധി. നീറ്റല. ദാവീദ് പറയുക, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. അതായത് ചിലരൊക്കെ പറയില്ലേ, എൻ്റെ മനസ്സ് നീറുകയാണ്. ഇവിടെ ഇരിക്കുന്ന
ആരുടെയെങ്കിലും മനസ്സ് നീറാത്ത ഏതെങ്കിലും ഒരു സാഹചര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിക്കേ. നല്ലതാ, എനിക്കൊന്ന് കാണാനവരെ. മനസ്സ് നീറുന്ന അനുഭവങ്ങളാണ്. ഏതെല്ലാം ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുന്നത്. നമ്മുടെ ജോലി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, നമ്മുടെ മക്കളുടെ കുടുംബജീവിതം, ഓരോരോ അനുഭവങ്ങളും അവിടെയൊക്കെ നീറുന്ന മനസ്സുമായി നാം മുൻപോട്ട് പോകുന്ന സാഹചര്യങ്ങളാണ്. ദാവീദ് പറയുന്നു, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. അതായത് നീറുന്ന അനുഭവങ്ങളുമായിട്ടാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. ഇനി അടുത്ത ഭാഗം പറയുന്നത് എന്തുവാ? പല്ല്, കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളും ആയിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. പല്ല്, കുന്തങ്ങളും അസ്ത്രങ്ങളും, നാവ് മൂർച്ചയുള്ള വാളും. അപ്പോൾ കുന്തങ്ങളും അസ്ത്രങ്ങളും വാളും അതുണ്ടാക്കുന്ന പരിണിത ഫലം എന്തുവാ? മുറിവ്. കുന്തം കൊണ്ട് കുത്തിയാലും മുറിയും, വാളുകൊണ്ട് വെട്ടിയാലും മുറിയും. മുറിവുണ്ട്. നമ്മളുടെ ഹൃദയത്തിനും മനസ്സിനും ഏൽക്കുന്ന മുറിവുകൾ. അതെ, കുന്തം കൊണ്ടും വാളുകൊണ്ടും അസ്ത്രം കൊണ്ടുമൊക്കെ ഉണ്ടാക്കുന്ന മുറിവുകൾ, അത് നമുക്ക് മരുന്ന് വെച്ചും സ്റ്റിച്ച് ചെയ്തുമൊക്കെ ഉണക്കാം. എന്നാൽ ഉണക്കാൻ കഴിയാത്ത ഹൃദയത്തിനേൽക്കുന്ന മുറിവുകളുണ്ട്. ഈ ദാവീദ് ഈ സങ്കീർത്തനങ്ങൾ എഴുതിയുന്ന കാലഘട്ടങ്ങളിൽ ആ സങ്കീർത്തനങ്ങളിൽ പലതിലും ദാവീദ് കടന്നു പോകുന്ന മുറിവുകളുടെ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പല അനുഭവങ്ങളിലും ആ മുറിവുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ദാവീദ് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ആ വേദനകൾ, മുറിവുകളിൽ നിന്നും ഉത്ഭവിക്കുന്നത് വേദനയാണ്. ആ വേദനകൾ പിന്നെ അടുത്ത ഭാഗത്ത് അടുത്ത അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. എന്താ? അവർ എൻ്റെ കാലടികൾക്ക് വല വിരിച്ചു. അവർ എൻ്റെ കാലടികൾക്ക് വല വിരിച്ചു എന്ന് പറയുമ്പോൾ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കാലടികൾക്ക് വല വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ മുൻപോട്ട് പോകാൻ കഴിയുമോ? ഇല്ല. അതായത് എൻ്റെ ജീവിതയാത്രകളിൽ ഇനിയും എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ അവസ്ഥ. ഇങ്ങനെയുള്ള എത്രയോ പേരെ കാണുന്നുണ്ട്. ഞാൻ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൻ്റെ ചുമതലയിലായിരുന്നപ്പോൾ ദുബായ് ഇടവക, അത് എൻ്റെ ഭദ്രാസനവുമായി ബന്ധപ്പെട്ടതായിരുന്നു.
അപ്പോൾ ഒരു സന്ദർശന വേളയിൽ ഞാൻ പള്ളിയിൽ ഇപ്രകാരം അനൗൺസ് ചെയ്തു, നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലുണ്ട്, അവിടെ പുതിയ ഒരു മിഷൻ മേടിക്കണം, അതിന് ഏകദേശം 10 ലക്ഷം രൂപയോളം ആകും. നിങ്ങളിൽ ആരെങ്കിലും അത് തന്ന് സഹായിച്ചാൽ നന്നായിരുന്നു. അപ്പോൾ ആരാധനയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ആരെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് വരും എന്ന് പ്രതീക്ഷിച്ച് ഞാനിങ്ങനെ നിൽക്കുകയാണ്. ആരും വന്നില്ല. അപ്പോൾ പിന്നെ മലയാളം സർവീസാണ് കഴിഞ്ഞ, പിന്നെ ഇംഗ്ലീഷ് സർവീസായി. ഇംഗ്ലീഷ് സർവീസ് കഴിഞ്ഞപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെ അനൗൺസ് ചെയ്തു. ആരും ഒരു റെസ്പോൺസുമില്ല. അപ്പം എൻ്റെ മനസ്സിലൊരു പ്രയാസം തോന്നിയുടെ ഞാൻ 2 ആരാധനയിലും പറഞ്ഞിട്ടും ആരും ഒന്ന് റെസ്പോണ്ട് ചെയ്തില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആരും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ഞാൻ പിന്നെ മധുവാഹായിലേക്ക് കയറാൻ വേണ്ടി പോയ അവസരത്തിൽ ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, തിരുമേനി ഇനി ആരുടെ അടുത്തും ചോദിക്കണ്ട, ഞാനത് തന്നുകൊള്ളാം. അദ്ദേഹം അന്ന് വൈകിട്ട് 10 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് എഴുതി പാസനേജിൽ കൊണ്ടുവന്ന് തന്നു. എനിക്ക് വളരെ സന്തോഷം. കാരണം ഇനി എനിക്ക് ആരുടെ അടുത്തും പറയണ്ട, ഒന്നും പറയണ്ട. 10 ലക്ഷം രൂപയുടെ ഒരു ആവശ്യമായിരുന്നു, ഒരു മിഷൻ മേടിക്കണമായിരുന്നു, അത് സാധിച്ചു. ആ മിഷനൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുന്ന അവസരം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്ന് പോകാം, നമ്മളെ സഹായിച്ചതല്ലേ, ഒന്ന് കാണാം. ചെന്നു. അച്ഛനും അറിയില്ല അദ്ദേഹത്തിന് എന്താ സംഭവിച്ചതെന്നുള്ളത്. കാരണം ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഏകദേശം 1600 ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ 2ാം സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മാനേജ്മെൻറ്റ് ഡിഗ്രിയിൽ എൻജിനീയറിംഗ് ഡിഗ്രി ഉണ്ട്, അതിൻ്റെ ഡോക്ടറേറ്റ് ഉണ്ട്. മാനേജ്മെൻറ്റ് ഡിഗ്രിയിലും ഡോക്ടറേറ്റ് നേടിയ മനുഷ്യനാണ്. അതിനുശേഷം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതിൻ്റെതായ ഡിഗ്രികൾ. അങ്ങനെ ഹാർവാർഡിൽ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ ഇവിടേക്ക് നിയമിച്ചത്. ആ കമ്പനിയുടെ 2ാം സ്ഥാനക്കാരനാണ്. എന്ത് ലാഭം ആ കമ്പനിക്ക് ആ ദേശത്ത് നിന്ന് ഉണ്ടാക്കി കൊടുത്തു. അന്ന് ഞങ്ങൾ പ്രഭാതത്തിൽ അവിടെ ചെന്നപ്പോൾ കണ്ടാൽ നല്ല പേഴ്സണാലിറ്റിയാണ്. ഒരു 6'2" ആണ് അദ്ദേഹത്തിൻ്റെ പൊക്കം. അതുപോലെ തന്നെ നല്ല ശരീരം. 2 മക്കൾ, 2 ആൺമക്കൾ. ഭാര്യ ജോലിയൊന്നും ചെയ്യുന്നില്ല, എഡ്യൂക്കേറ്റഡ് ആണ്. കാരണം ഇദ്ദേഹത്തിന് തന്നെ ഇനഫ് ഓഫ് ഇനഫാണ് കമ്പനി കൊടുക്കുന്നത്. എന്നാൽ അന്ന് ഞാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം തുറക്കാൻ പ്രയാസം. ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചു, എന്താ ഒരു ഗ്ലൂമി ആയിരിക്കുന്നേ?
അപ്പോൾ അദ്ദേഹം ഒരു കൊച്ചു കുഞ്ഞു പൊട്ടിക്കരയുന്നത് പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങ് വിതുമ്പി വിതുമ്പി കരയുകയാണ്. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കമ്പനിയിൽ ജോലിക്ക് ചെന്നപ്പോൾ എൻ്റെ മേശപ്പുറത്ത് ഒരു ലെറ്ററുണ്ട്, ഒരു കവറുണ്ട്. എല്ലാം ഞാൻ ആ ലെറ്റർ എടുത്ത് വായിച്ചപ്പോൾ അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: We thank you very much for your service rendered to our institution. We don't need your service anymore, and all your salaries are settled, and you can take away the cover, envelope. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒന്ന് ആ ഹൃദയം അത്രയധികം വേദനിച്ച നിമിഷങ്ങളാണ്. കാരണം കഴിഞ്ഞ 12 സംവത്സരങ്ങളായി ആ സ്ഥാപനത്തിനു വേണ്ടി ഊണും ഉറക്കവും ഒന്നും ഇല്ലാതെ അങ്ങ് പ്രവർത്തിച്ച മനുഷ്യനാണ്. അന്ന് രാവിലെ ജോലിക്ക് ചെല്ലുമ്പോൾ എഴുതി വെച്ചിരിക്കുക: Thank you very much for your service rendered to our institution. We don't need your service anymore. അദ്ദേഹം പൊട്ടിക്കരയുക. അദ്ദേഹം താമസിച്ചത് അന്ന് വരെ വലിയ ബംഗ്ലാവാ. ജോലിക്കാർ വേറെ, ധാരാളം ജോലിക്കാർ, എല്ലാം കമ്പനി കൊടുത്തിരിക്കുന്നതാണ്. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ട അനുഭവം. ഈ മനുഷ്യൻ പറയുക എന്നോട്, തിരുമേനി, ഇതുവരെ ഞാൻ സ്വന്തമായി ഒരു വീട് വെച്ചിട്ടില്ല. എൻ്റെ മക്കളുടെ പഠനങ്ങൾ കിടക്കുന്നു. ഇനി ഞാൻ എന്തു ചെയ്യും? ഐ കനോട്ട് മൂവ് ഫർദർ. എനിക്കിനിയും മുൻപോട്ട് പോകാൻ കഴിയില്ല. വളരെ പ്രയാസപ്പെട്ട, ഭാരപ്പെട്ട ആ ഒരു അനുഭവമാണ്. നിരാശയുടെ അനുഭവത്തിൽ കഴിയുന്ന നിമിഷങ്ങളിലാണ് ഞാൻ ചെന്നത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ജീവിതത്തിൻ്റെ അവസ്ഥകളാണ്. എല്ലാം സുരക്ഷിതമെന്ന് കരുതിയ സാഹചര്യങ്ങളാണ് ജീവിതത്തിൽ. പക്ഷേ ദാവീദ് പറയുന്നത് പോലെ, അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളും. ഈ മനുഷ്യൻ പറയാൻ, ഇനി എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. ദാവീദ് പറയുന്നു, അവർ എൻ്റെ കാലടികൾക്ക് വല വിരിച്ചു, ഇനിയും എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. ഇന്ന് അദ്ദേഹം ബാംഗ്ലൂരിൽ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ഉന്നതമായ സ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഈ ദാവീദ് കടന്നുപോയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ദാവീദിൻ്റേത് മാത്രമല്ല, എൻ്റേതും നിങ്ങളുടേതും ഒക്കെയാണ്. അവസാനം പറയുകയാണ്, 7ാമത്തെ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താ? എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. ദി ഫ്രസ്ട്രേഷൻസ് ആൻഡ് ഡിസപ്പോയിൻമെന്റ്സ്, നിരാശകൾ, മനസ്സിടിയുക. ഞാൻ പറഞ്ഞില്ലേ, ആ മനുഷ്യന്റെ തന്നെ ജീവിതാനുഭവം. മനസ്സിടിഞ്ഞു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിതുമ്പി കരഞ്ഞുകൊണ്ട് എന്നോട് പറയുക, ഇനിയും എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. ഞാൻ എന്തെല്ലാം ആ സ്ഥാപനത്തിനു വേണ്ടി നൽകി.
ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെയാ ദാവീദിന്റെ ജീവിതം. ദാവീദ് പറഞ്ഞു 7 അനുഭവങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോഴോ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുന്നു. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളും ആയിരിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ തന്നെ. അവർ എൻ്റെ കാലടികൾക്ക് വല വിരിച്ചു. എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. ഈ ദാവീദാണ് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. എന്താ? എന്റെ മനസ്സുറച്ചിരിക്കുന്നു. ദൈവമേ, എന്റെ മനസ്സുറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. വിശ്വാസ ജീവിതത്തിന്റെ അനുഭവത്തിൽ തളർന്നു പോവുകയല്ല. അതെ, തളർത്തുന്നതായ ജീവിത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ തളർത്തുന്ന അനുഭവങ്ങളുടെ മധ്യത്തിൽ തളർന്നു പോകേണ്ടവരല്ല നമ്മൾ. ദാവീദ് ഇതിന് എന്തുകൊണ്ടാണ് ഞാൻ എന്റെ മനസ്സുറച്ചിരിക്കുന്നു, ദൈവമേ എന്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താ? അതും ഈ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. വളരെ വ്യക്തമായി ദാവീദ് പറയുന്നുണ്ട്, എന്റെ മനസ്സുറച്ചിരിക്കാൻ കാരണം, ഞാൻ പാടാൻ കാരണം. അതിന്റെ 1-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഞാൻ നിന്റെ ചിറകിൽ ശരണം പ്രാപിക്കുന്നു എന്നുള്ളതല്ല, ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നുവെന്ന ദാവീദ് പറയുന്നത്. This is the life realities. These are the life experiences. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിന്റെ അനുഭവം. ആപത്തുകളുണ്ട്, എന്നെ നശിപ്പിക്കുവാൻ തയ്യാറായി നടക്കുന്നവരുണ്ട്. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. ഭയമാണ്. അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. നീറുന്ന മനസ്സുമായി ഞാൻ സഞ്ചരിക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്നു. ജീവിതത്തിൽ അനേകം മുറിവുകൾ ഞാൻ ഏറ്റിരിക്കുന്നു. അവർ എൻ്റെ കാലടികൾക്ക് വല വിരിച്ചു. ഇനിയും എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. എൻ്റെ മനസ്സിടിഞ്ഞിരിക്കുന്നു. ഇതൊക്കെയാ എൻ്റെ ജീവിതം, എൻ്റെ അനുഭവം ഇതൊക്കെയാ. പക്ഷേ ഞാൻ പറയുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. My heart is steadfast. Oh Lord, my heart is steadfast. എന്തുകൊണ്ടാണ്? 1-ാമത്തെ കാരണം പറയുന്നത്, ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. 91-ാം സങ്കീർത്തനം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അതെ, ഈ ഒരു വലിയ അനുഭവമാണ് ദാവീദ് അനുഭവിച്ചത്. എൻ്റെ ദൈവം ആരാണെന്നുള്ള ഒരു ഉറപ്പാണ്.
ദാവീദ് പറയുന്നു, നിന്റെ ചിറകല്ല എനിക്ക് വേണ്ടിയത്, നിന്റെ ചിറകിന്റെ നിഴൽ മാത്രം മതി. ചിറകും ചിറകിന്റെ നിഴലും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നിട്ടും ദാവീദ് പറയുകയാണ്, ഞാൻ ശരണപ്പെടുന്നതും ഞാൻ ആശ്രയിക്കുന്നതും നിന്റെ ചിറകിന്റെ നിഴലിലാണ്. ആ നിഴൽ മതി, the shadow of your mighty wings. പ്രിയ ദൈവമക്കളെ, ഞാനും അപ്രകാരം പറയുന്ന ഒരു വ്യക്തിയാണ്. നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. ദാവീദ് പറയുന്ന ആ ഒരു അനുഭവമാണ് ദാവീദ് കടന്നുപോയ ആ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ മധ്യത്തിൽ വളരെ ശക്തമായി നിലനിർത്തിയത്. ഇനി രണ്ടാമത്തെ കാരണത്തെ കുറിച്ച് പറയുന്നു. അത് രണ്ടാമത്തെ വാക്യത്തിലാണ്. രണ്ടാമത്തെ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. കത്തോലിക്ക സഭയുടെ വേദപുസ്തകത്തിൽ അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എനിക്ക് വേണ്ടി സകലതും നന്നായി ചെയ്യുന്ന ദൈവത്തെ തന്നെ. അതെ, എനിക്ക് വേണ്ടി സകലതും നന്നായി ചെയ്യുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഞാൻ പറയും, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കാൻ കാരണവും എനിക്ക് വേണ്ടി സകലതും നന്നായി ചെയ്യുന്ന എൻ്റെ യേശു ജീവിക്കുന്നത് കൊണ്ടാണ്. ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നതും എനിക്കും നിങ്ങൾക്കും വേണ്ടി നന്നായി ചെയ്യുന്ന ഒരു ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ടാണ്. പഴയ നിയമഭാഗത്തേക്ക് ചെല്ലുമ്പോൾ യോസഫ് എന്തെല്ലാം ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയത്. സ്വന്തം സഹോദരന്മാർ ആ തള്ളിയ അനുഭവം പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു, അവിടെ കിടക്കട്ടെ. മൂത്ത സഹോദരൻ രൂപൻ വന്നപ്പോൾ മറ്റു സഹോദരന്മാരോട് പറഞ്ഞു, അവൻ നമ്മുടെ രക്തത്തിന്റെ രക്തമല്ലേ, മാംസത്തിന്റെ മാംസമല്ലേ, അങ്ങനെ ചെയ്യാമോ? അവിടെ നിന്ന് പിടിച്ചു കയറ്റി. പിന്നെ മിദ്യാനെ കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. പിന്നെ മിസ്രയീമില് പൊത്തീഫാറിന്റെ ഭവനം, അവിടെ ചെയ്യരുതാത്ത കുറ്റത്തിനു വേണ്ടി അവൻ ശിക്ഷിക്കപ്പെടുകയാണ്. എന്നാൽ യോസഫിന്റെ മനസ്സ് ദൈവത്തോട് ചേർന്നുള്ള ഒരു മനസ്സായിരുന്നു. അതാണ് യോസഫിന്റെ ജീവിതത്തെ വളരെ ശക്തമാക്കിയത്. കൽത്തുറുങ്കിൽ 1 2 ദിവസങ്ങളല്ല, 1 2 മാസങ്ങളല്ല, 1 2 സംവത്സരങ്ങളല്ല, 17ാമത്തെ വയസ്സിലാണ് യോസഫ് ആ കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെടുന്നത്. അതായത് ജീവിതത്തിൻ്റെ ആ അനുഗ്രഹീതമായ അനുഭവങ്ങൾ വളർച്ച പ്രാപിക്കേണ്ടതായ ആ ഒരു ഘട്ടം, അവിടെ അവൻ്റെ ജീവിതം ക്രഷ് ചെയ്യുകയാണ്. ചെയ്യരുതാത്ത കുറ്റത്തിനു വേണ്ടിയാണ് അവൻ ക്രഷ് ചെയ്യപ്പെടുന്നത്. പിന്നെ രാജാവിൻ്റെ മുൻപിൽ നിൽക്കാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 30ാമത്തെ വയസ്സിലാണ്. അതായത് 17ാമത്തെ വയസ്സിൽ ആ കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ട മനുഷ്യൻ പിന്നെ
വീണ്ടും 13 സംവത്സരങ്ങൾ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, എന്തനുഭവമായത്. പക്ഷെ യോസഫ് പറയുന്നത്, എനിക്ക് വേണ്ടി സകലതും നന്നായി ചെയ്ത ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി സകലതും നന്നായി ചെയ്ത ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് നാം ആയിരിക്കുന്നതും ഞാനായിരിക്കുന്നതും എനിക്ക് വേണ്ടി സകലതും നന്നായി ചെയ്ത ഒരു ദൈവം ജീവിക്കുന്നത് കൊണ്ടാണ്, എൻ്റെ യേശു ജീവിക്കുന്നത് കൊണ്ടാണ്. ഇല്ല എങ്കിൽ ഇന്ന് ഇപ്രകാരം എനിക്ക് നിൽക്കാൻ സാധിക്കില്ല. ദാവീദ് പറയുകയാണ്, രണ്ടാമത്തെ അനുഭവം, എന്തുകൊണ്ട് എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കും. 2, എനിക്ക് വേണ്ടി സകലതും നന്നായി ചെയ്യുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഇനി മൂന്നാമത്തെ അനുഭവം, ആ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എന്താ? ഞാൻ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി, അവൻ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിക്കുന്നു. He is the one who is saving me. സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ലോകത്തിൽ ആരും സഹായിപ്പാനില്ലാത്തപ്പോൾ, ആരും രക്ഷിപ്പാനില്ലാത്തപ്പോൾ, രക്ഷിക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ, സഹായിക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ, അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ദാവീദ് 40-ാം സങ്കീർത്തനം അതിന്റെ 1-2 വാക്യങ്ങൾ പറയുന്നത്. അറിയാമോ നിങ്ങൾക്ക് ആ വാക്യം? ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി, എന്റെ നാവിൽ ഒരു പുതിയ പാട്ട് തന്നു. ദൈവത്തിന്റെ വിടുതൽ നൽകുന്ന കരങ്ങൾ. അവൻ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിക്കുന്നവനാണ്. പ്രിയ ദൈവജനമേ, ഇത് അനുഭവിച്ചറിയുമ്പോഴാണ് ദൈവം എത്ര മഹത്വവാൻ എന്ന് പറയുവാൻ കഴിയുന്നത്. ദാവീദ് അത് അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ്. കാരണം ശൗൽ രാജാവ് അവനെ നിഗ്രഹിക്കുവാൻ, കൊല്ലുവാൻ തൻ്റെ സൈന്യങ്ങളുമായി, തൻ്റെ കൂട്ടുകാരുമായി ഇറങ്ങിയ വേളയിൽ അവിടെ നിന്നൊക്കെ വിടുതൽ നൽകിയ ദൈവത്തിൻ്റെ കരങ്ങൾ, സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിച്ച ദൈവം. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം നാം വായിക്കുമ്പോൾ എന്തോ ആ അധ്യായത്തിലേക്ക് വരുമ്പോൾ രോമാഞ്ചം കൊള്ളാറുണ്ട്. ദാനിയേലിനെ സിംഹക്കൂട്ടിലേക്ക് വലിച്ചെറിയുകയാണ്. ദാനിയേലിന്റെ ആ ജീവിതം നോക്കുമ്പോൾ ദാനിയേലും ഇതുപോലെ തന്നെയാണ്. രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണബിംബത്തെ ആരാധിക്കുവാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന ദാനിയേൽ, ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവവിശ്വാസത്തിനു വേണ്ടിയാണ്
ഈ ക്രൂരമായ അനുഭവങ്ങളെല്ലാം ദാനിയേൽ അനുഭവിച്ചത്. രാജാവിൻ്റെ രേഖ തനിക്ക് എതിരെയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ രാജാവ് ഏറ്റവും സ്നേഹിച്ച മനുഷ്യനാണ് ഈ ദാനിയേൽ. ദാനിയേലിനെ രക്ഷിക്കാൻ തക്കവണ്ണം സൂര്യൻ അസ്തമിക്കുവോളം ആ രാജാവ് ശ്രമിച്ചു. പക്ഷേ രാജാവിൻ്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു പോയി. രാജാവിനും മനസ്സിലായി താൻ രേഖ പുറപ്പെടുവിച്ചതും തെറ്റായിപ്പോയി എന്ന്. മറ്റുള്ളവരുടെ അസൂയ മൂലമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് രാജാവിനും മനസ്സിലായി. ആ രാജാവ് സൂര്യൻ അസ്തമിക്കുവോളം ദാനിയേലിനെ രക്ഷിക്കാൻ ശ്രമിച്ചു, സാധിച്ചില്ല. ആ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയുമ്പോൾ ദാനിയേൽ തന്നെ പറയുന്നുണ്ട്, എന്നെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. രാജാവിൻ്റെ, നിങ്ങൾ ഇന്ന് ആ ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം ഒന്ന് വായിക്കണം. അവിടെ രാജാവിന് സംഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. രാജാവ് അതികാലത്തെ എഴുന്നേറ്റു. അതികാലത്തെ എഴുന്നേറ്റ് ആ സിംഹക്കുഴിയുടെ അടുക്കലെത്തി. എന്നിട്ട് ദാനിയേലേ എന്ന് വിളിച്ചു. നിന്റെ ദൈവം നിന്നെ രക്ഷിപ്പാൻ സാധ്യമായോ എന്ന് ചോദിച്ചു. ഉത്തരം കിട്ടുമെന്ന് കരുതിയല്ല രാജാവ് ചോദിച്ചത്. കാരണം ഇതിനു മുൻപ് എത്രയോ ശക്തന്മാരെ ഈ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അവരുടെ പൊടി പോലും പിന്നെ തിരികെ കിട്ടിയിട്ടില്ല. എന്നാൽ ദാനിയേൽ ഉത്തരം പറയുകയാണ്, അതെ, എൻ്റെ ദൈവം എന്നെ രക്ഷിപ്പാൻ തക്കവണ്ണം സിംഹത്തിൻ്റെ വായ അടച്ചു കളഞ്ഞു. ഒരു വിശ്വാസിയുടെ ജീവിതമാണ്. സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടാലും ദൈവത്തിന്റെ കരങ്ങൾ അവനോട് കൂടെയുണ്ടെങ്കിൽ, അവളോട് കൂടെയുണ്ടെങ്കിൽ നിർഭയമായിരിക്കാൻ കഴിയും. അവൻ വിടുവിക്കുന്നവനാണ്. രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണബിംബത്തെ ആരാധിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്ന 3 യഹൂദ യുവാക്കന്മാർ ആ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അവരോട് കൂടെ വേറൊരാൾ കൂടി ആ അഗ്നികുണ്ഡത്തിൽ നടക്കുന്നതായിട്ട് കാണുന്ന രാജാവിൻ്റെ കാഴ്ച ദൈവത്തിൻ്റെ മുഖം പോലെയാണ്. 4-ാമൻ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, വിടുവിക്കുന്നവനായ ദൈവത്തിൻ്റെ കരങ്ങൾ. അവൻ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിക്കുന്നവനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനും അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട് നിരണം യെരുശലേം പള്ളിയുടെ തൊട്ടടുത്താണ്. ഞാൻ 7-ാം ക്ലാസ് വരെ അവിടെയാണ് പഠിച്ചത്. 7 വയസ്സ് വരെ, 3-ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. എൻ്റെ അച്ചായൻ അന്ന് ഫോർട്ട് കൊച്ചിയിലാണ് ജോലി. എല്ലാ വെള്ളിയാഴ്ച ദിവസവും വരും, തിങ്കളാഴ്ച തിരികെ പോകും. ഞങ്ങൾ അപ്പച്ചൻ, വല്യമ്മച്ചി, വല്യപ്പച്ചൻ, അമ്മ, ഞങ്ങൾ 5 മക്കൾ. ഈ കുടുംബ അനുഭവമാണ് അവിടെയുള്ളത്. കൊച്ചിയിൽ നിന്ന് അച്ചായൻ വരുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ വലിയ ഉത്സവമാണ്. ചുറ്റുപാടും അങ്ങനെ ഒരു അനുഭവമാണ്. എന്നാൽ ഞങ്ങളെ കൊച്ചിയിലേക്ക് പിന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തു.
എന്നാൽ ഞങ്ങൾ അവിടെ നിരണത്തായിരുന്നപ്പോൾ എല്ലാ മധ്യവേനൽ അവധിക്കും ഞങ്ങളെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകും. അന്നത്തെ ഏറ്റവും സുഖകരമായ യാത്ര എന്ന് പറയുന്നത് ചെങ്ങന്നൂരിൽ നിന്നും ആരംഭിക്കുന്ന ഒരു ബോട്ട് അത് എറണാകുളത്ത് ചെന്ന് അവസാനിക്കും. അപ്പോൾ കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ അതിനൊരു ജെട്ടിയുണ്ട്, അവിടെ അത് അടുപ്പിക്കും. പിന്നെയാണ് എറണാകുളത്തേക്ക് പോകുന്നത്. ഒരു രാത്രിയിലെ മുഴുവൻ യാത്രയാണ് ഏറ്റവും സുഖകരമായ ഒരു യാത്ര. അതുപോലെ തന്നെ സന്ധ്യയെങ്കിൽ എറണാകുളത്ത് നിന്നും ചെങ്ങന്നൂരിലേക്കുള്ള ഒരു ബോട്ടുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങളെ കൊച്ചിയിലേക്ക് മധ്യവേനൽ അവധിക്ക് കൊണ്ടുപോകാൻ അച്ഛൻ വന്നു. റെഡിയായി ഞങ്ങളെല്ലാവരും, എൻ്റെ സഹോദരി ഒഴിച്ച് ബാക്കി എല്ലാവരും, ഞങ്ങളെല്ലാവരും 4 ആൺമക്കളും അച്ഛനും അമ്മയും അടങ്ങുന്ന 6 സംഘം. 6 മണിയായപ്പോൾ ബോട്ട് പുളിക്കീഴ് കടവിൽ വന്നു. ഞങ്ങളെല്ലാം കയറി. അപ്പോൾ ഈ ബോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഗുഡ്സ് ട്രെയിൻ പോകുന്നത് പോലെയാണ്. ഇവിടെ നിന്നുള്ള മലഞ്ചരക്കെല്ലാം കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്ന ഈ ബോട്ട് വഴിയാണ്. അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് ഈ ദേശത്തേക്ക് ആവശ്യമുള്ള സാമഗ്രികൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്ന ഈ ബോട്ടിലാണ്. അന്ന് അത്ര ലോറിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. അപ്പോൾ അന്ന് ഏകദേശം ഒരു 8-9 മണിയായപ്പോൾ ഞങ്ങളെല്ലാം ഭക്ഷണം കഴിച്ച് എല്ലാവരും ഉറങ്ങുന്നത് ഇതിനൊരു പ്ലാറ്റ്ഫോമുണ്ട്. അതിൻ്റെ അടിവശത്താണ് ഈ ഗുഡ്സ് എല്ലാം, മലഞ്ചരക്കുകളെല്ലാം സൂക്ഷിക്കുന്നത്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിലാണ്, അതിൻ്റെ പുറത്തുള്ള പ്ലാറ്റ്ഫോമുണ്ട്, അവിടെയാണ് എല്ലാവരും ഉറങ്ങുന്നത്. രാത്രി മുഴുവനുമുണ്ട്. ഞങ്ങളെല്ലാവരും ഉറങ്ങാനായിട്ട് തയ്യാറായി. ആ പ്ലാറ്റ്ഫോമിൽ അവിടെ ഷീറ്റൊക്കെ വിരിച്ച് എല്ലാവരെയും ഉറക്കി കിടത്തി. അച്ഛനും അമ്മയും ഉറങ്ങി. രാത്രി ഏകദേശം 3 മണിയായി. ഞാൻ എഴുന്നേറ്റ് ആ ബോട്ടിൽ ആ പ്ലാറ്റ്ഫോമിലൂടെ സഞ്ചരിച്ച് ഇനി ഒരു സ്റ്റെപ്പ് കൂടി വെച്ചാൽ ഞാൻ വേമ്പനാട്ട് കായലിൽ വീഴും. അന്ന് ആ ബോട്ടിൽ ആരും ഉണർന്നിരിപ്പില്ല. 3 പേരാണ് ആ ബോട്ടിൽ ജോലി ചെയ്യുന്നത്. സ്രാങ്ക് എന്ന മനുഷ്യൻ ആ ബോട്ടിന്റെ മുകളിൽ ബോട്ട് നിയന്ത്രിക്കുന്നു. ബോട്ട് ജെട്ടികളിൽ എത്തുമ്പോൾ ആ ജെട്ടികളിലേക്ക് അടുപ്പിക്കുന്ന ദൗത്യം 2 പേരാണ്. വലിയ വടം അവിടെയുള്ള വലിയ കുറ്റിയിൽ, ആ ജെട്ടിയുടെ വലിയ കുറ്റിയിലേക്ക് വലിച്ച് ആണ് ആ ബോട്ട് അടുപ്പിക്കുന്നത്. അപ്പോൾ ഈ 3 പേരേ ഉള്ളൂ ആ ബോട്ടിൽ ഉദ്യോഗസ്ഥരായിട്ട്. ആ രാത്രിയിൽ ആരും ഉണർന്നിരിപ്പില്ല. ഞാൻ എഴുന്നേൽക്കുന്നതും ഞാൻ ഇങ്ങനെ നടന്ന് ഇനി ഒരു സ്റ്റെപ്പ് വെച്ചാൽ വേമ്പനാട്ട് കായലിലേക്കാണ്. പിന്നെ എന്നെ എവിടെ കിട്ടാനാ? എന്നാൽ ഈ ബോട്ട് ജെട്ടിയിലേക്ക് അടുപ്പിക്കുന്ന ആ മനുഷ്യൻ ഞാൻ എഴുന്നേൽക്കുന്നതും നടക്കുന്നതുമൊക്കെ അദ്ദേഹം കണ്ടു. ഞാൻ അങ്ങോട്ട് ഒരു സ്റ്റെപ്പ് വെക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഓടി എന്നെ കോരിയെടുത്ത്, ആരുടെ മകനാണെന്ന് അറിയില്ലല്ലോ, എല്ലാവരും ഉറക്കമല്ലേ, അദ്ദേഹത്തിൻ്റെ സീറ്റിൻ്റെ അവിടെ കൊണ്ടുപോയി എന്നെ ഉറക്കി. രാവിലെ 5 മണിയായപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണർന്ന് മക്കളെ എണ്ണി നോക്കി. 4 പേരെ ഉറക്കി കിടത്തിയതാ, ഇപ്പം 3 പേരേ ഉള്ളൂ. അവർ കരയാൻ തുടങ്ങി. അവരുടെ നെൽവിളി കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായത് ഇവരുടെ മകനായിരിക്കും. കൊണ്ടുവന്ന് കയ്യിൽ കൊടുത്തു. ആ രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്,
ആ രാത്രിയിൽ ആരും ഉണർന്ന് ഇരിക്കാതെ ഞാൻ ആ കായലിൽ നഷ്ടപ്പെടേണ്ട സാഹചര്യത്തിൽ സ്വർഗത്തിലെ ദൈവം ഉണർന്നിരുന്ന് എന്നെ കണ്ട് ആ നാശകരമായ അനുഭവങ്ങളിൽ നിന്ന് അവൻ കൈപിടിച്ച് ഉയർത്തി. അതുകൊണ്ട് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ എൻ്റെ ഒരു ജീവിത അനുഭവം കൂടിയാണ്. അവൻ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി നിന്നെ രക്ഷിക്കും. ആ രക്ഷയുടെ അനുഭവമാണ്. ദാവീദ് പറയുന്നു, ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. അതെ, നമുക്ക് ആ കർത്താവിൻ്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കാം. എനിക്ക് വേണ്ടി സകലതും നന്നായി ചെയ്യുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കുന്നു. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, My heart is steadfast. O Lord, my heart is steadfast. I will sing and I will praise. പ്രിയ ദൈവജനമേ, ഞാനിവിടെ നിർത്തുക. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. എല്ലാവരും കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിൽ നമ്മളെ കൈപിടിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. അവൻ എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. എൻ്റെ നാവിൽ ഒരു പുതിയ പാട്ട് തന്നു. ദൈവമേ, ഇന്നയോളം ഞങ്ങളെ കാത്തല്ലോ. ഞങ്ങളുടെ ജീവിതയാത്രകളിൽ ദാവീദ് കടന്നുപോയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, അതേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോഴോ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുന്നു. എൻ്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുകളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ അവർ എൻ്റെ കാലടികൾക്ക് വല വിരിച്ചു. എൻ്റെ മനസ്സിടിഞ്ഞിരിക്കുന്നു. ഈ ജീവിതാനുഭവത്തിന്റെ മധ്യത്തിൽ എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും എന്ന പോലെ ആ ദാവീദിനോട് കൂടെ ചേർന്ന് നമുക്കും ഉറച്ച മനസ്സോടുകൂടെ, ഉറപ്പുള്ള മനസ്സോടുകൂടെ, സ്ഥിരമായ മനസ്സോടുകൂടെ മുൻപോട്ട് പോകുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അവൻ നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ, അവൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യേശുവേ, എനിക്ക് വേണ്ടി മയങ്ങാതെ ഉറങ്ങാതെ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാൻ. ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് എനിക്കുള്ളത്. ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ വസിപ്പാൻ എന്നെ സഹായിക്കണം. ദൈവമേ, ഞങ്ങൾ പിരിയുകയാണ്. പിരിയാത്തവനായി ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം.
ഒരു നിമിഷം കൂടി എല്ലാവർക്കും പ്രാർത്ഥനയോട് കൂടെ ഇരിക്കാം.